ഓപ്പറേഷൻ സിന്ദൂറിൽ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം നടത്തണമെന്ന ആവശ്യം ശക്തമാക്കി പ്രതിപക്ഷ പാർട്ടികൾ. 16 പാർട്ടികളിലെ എംപിമാർ സർക്കാരിന് ഇക്കാര്യം ആവശ്യപ്പെട്ട് കത്തയച്ചു. സർവകക്ഷി സംഘങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളോടും പൌരന്മാരോടും കാര്യങ്ങൾ വിശദീകരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ഡെറക് ഒബ്രയാൻ ചോദിച്ചു. PR അരവിന്ദ് തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. അരവിന്ദ്, തുടക്കം തൊട്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ ആവശ്യമാണ് ഇത്തരത്തിലൊരു പ്രത്യേക സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കുക എന്നുള്ളത്. പക്ഷേ അതിനൊന്നും കേന്ദ്രം തയ്യാറായിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇതാ 16 പാർട്ടികളിലെ എംപിമാർ സർക്കാരിന് ഇക്കാര്യം ആവശ്യപ്പെട്ട് കത്തയച്ചിരിക്കുന്നു. ഒരു അനുകൂലമായ ഒരു മറുപടി അല്ലെങ്കിൽ ഒരു പ്രതികരണം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് കരുതാമോ? അവിടുത്തെ ഓപ്പറേഷൻ സിന്ദൂറും അതുപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിന് പിന്നാലെ പ്രതിപക്ഷം പ്രധാനമായും ആവശ്യപ്പെടുന്ന ഒന്നായിരുന്നു ഒരു പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കുക എന്ന്. കൃത്യമായി രാജ്യത്തെയും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളെ വിശ്വാസത്തിലെടുത്ത് കേന്ദ്രം മുന്നോട്ട് പോകണമെന്ന ആവശ്യം പാർട്ടികൾ ശക്തമായി തന്നെ ഉയർത്തിയിരുന്നു. കോൺഗ്രസ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചു വരികയാണ്. പക്ഷേ ഇതിൽ ഒരു തീരുമാനമെടുക്കുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറായതില്ല. പിന്നാലെയാണ് ഇന്ത്യ സഖ്യത്തിലെ 16 പാർട്ടികൾ ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത്. ഉടൻ തന്നെ ഒരു പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ച് ആ പ്രതിപക്ഷത്തിന് കൃത്യമായി ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും അതുപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിനെ കുറിച്ചും കൃത്യമായി വിശദീകരണം നൽകണമെന്ന് തന്നെ ഇപ്പോൾ പാർട്ടികൾ ആവശ്യപ്പെടുകയാണ്. കാരണം ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ആദ്യം ഒരു പ്രഖ്യാപനം നടത്തിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ്. ഇതിൽ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുവെന്ന് തന്നെ ഇപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. കേന്ദ്രം ഇത് നിരന്തരം നിഷേധിക്കുമ്പോഴും പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നു എന്നതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്കായിരുന്നു ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ യോഗം ചേർന്നത്. ഇതിന് പിന്നാലെയാണ് ഈ കത്തയച്ചതായുള്ള വിവരങ്ങൾ ഇവർ പുറത്തുവിട്ട് ഉടൻ തന്നെ ഇതിലൊരു തീരുമാനം ഉണ്ടാകണമെന്ന് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുകയാണ്. പക്ഷേ ഈ വിഷയത്തിൽ പ്രധാനമായും US ഇടപെട്ടുണ്ടോ അടക്കമുള്ള വിഷയങ്ങളിൽ പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നു. അതിൽ പ്രധാനമന്ത്രി തന്നെ മുന്നോട്ട് വന്നൊരു മറുപടി നൽകണമെന്നതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. 2 സർവകക്ഷി യോഗങ്ങൾ ചേർന്നിരുന്നെങ്കിലും അതിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാത്തതിലും വലിയ രീതിയിലുള്ള വിമർശനം പ്രതിപക്ഷ പാർട്ടികൾ തുടരുകയാണ്. ഇനി എന്തായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുക. അമൃത. ശരി, PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്.